നമസ്കാരം. ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത ചുരുളിയിൽ അഭിനയിച്ചതിന് തനിക്ക് പ്രതിഫലം ലഭിച്ചില്ലെന്ന നടൻ ജോജു ജോർജിന്റെ വെളിപ്പെടുത്തൽ ഏറെ ചർച്ചയായിരുന്നു. ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ജോജുവിന്റെ പ്രതികരണം. ചിത്രം 2 വേർഷനുകളിൽ ചിത്രീകരിച്ചിട്ടുണ്ടെന്നും തെറിപ്രയോഗമുള്ള ഭാഗം അവാർഡിനെ അയക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നതെന്നും തെറിപ്രയോഗമുള്ള വേർഷൻ റിലീസ് ചെയ്യുന്ന കാര്യം മര്യാദയുടെ പേരിൽ പോലും ആരും വിളിച്ച് ചോദിച്ചില്ലെന്നും ഈ വെളിപ്പെടുത്തലായിരുന്നു ഏറെ ചർച്ചയായത്. എന്നാൽ ജോജുവിന്റെ ആരോപണം തള്ളി രംഗത്ത് വന്നിരിക്കുകയാണ് സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി. സിനിമയിൽ അഭിനയിച്ചതിന് ജോജുവിന് പണം നൽകിയിട്ടുണ്ടെന്നും സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്തിട്ടില്ലെന്നും സംവിധായകൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. കണക്കുകൾ ഉൾപ്പെടെ നിരത്തിയാണ് ലിജോയുടെ മറുപടി. ലിജോയുടെ കുറിപ്പ് ഇങ്ങനെയാണ്: പ്രിയപ്പെട്ട ജോജുവിൻ്റെ ശ്രദ്ധയ്ക്ക്. സുഹൃത്തുക്കളായ നിർമ്മാതാക്കൾക്കുണ്ടായ മനോവിഷമം കണക്കിലെടുത്താണ് ഈ വിശദീകരണം. എ സർട്ടിഫിക്കറ്റ് ഉള്ള സിനിമ തിയേറ്ററുകളിൽ ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ല. കമ്മിറ്റിയെ വെച്ച് അന്വേഷിച്ച ഭാഷയെക്കുറിച്ചുള്ള ഹൈക്കോടതി വിധിയുണ്ട്. സിനിമാ ചിത്രീകരണ വേളയിൽ ഞങ്ങളാരും ജോജുവിനെ തെറ്റിദ്ധരിപ്പിച്ചതായി ഓർമ്മയില്ല. ഈ ഭാഷയെക്കുറിച്ചൊക്കെ നല്ല ധാരണയുള്ള ആളാണ് തങ്കൻ ചേട്ടൻ. NBA സ്ട്രീമിംഗ് ഓൺ സോണി ലിവ് ഒരവസരമുണ്ടായാൽ ഉറപ്പായും സിനിമ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യും. 3 ദിവസത്തെ അതിഥി വേഷത്തിനായി ജോജുവിന് കൊടുത്ത ശമ്പള വിവരം ചുവടെ ചേർക്കുന്നു എന്ന് പറഞ്ഞുള്ള പോസ്റ്റിന് താഴെയായി ജോജുവിന് 5,90,000 രൂപ ശമ്പളം നൽകിയതിന്റെ കണക്കും ലിജോ പങ്കുവച്ചിട്ടുണ്ട്. ചുരുളി സിനിമയിലെ തെറി പറയുന്ന ഭാഗം അവാർഡിനയക്കുക മാത്രമേ ഉള്ളൂവെന്ന് പറഞ്ഞതുകൊണ്ടാണ് തെറി പറഞ്ഞ് അഭിനയിച്ചതെന്നായിരുന്നു ജോജുവിന്റെ പ്രതികരണം. തെറി പറയുന്ന ഭാഗം അവാർഡിനയക്കുകയുള്ളൂ എന്ന് പറഞ്ഞാണ് അഭിനയിച്ചത്. അതിന് തെറിയില്ലാത്തൊരു ഭാഗമുണ്ട്, പക്ഷേ അവർ അത് റിലീസ് ചെയ്തു. അതും ചുമന്നുകൊണ്ടാണ് ഞാനിപ്പോൾ നടക്കുന്നത്. അത് റിലീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് പറയേണ്ട മര്യാദ കാണിക്കണമായിരുന്നു. ഒരു പണം പോലും ചുരുളിയിൽ അഭിനയിച്ചതിന് ലഭിച്ചിട്ടില്ല. ഇക്കാര്യം ഞാൻ നേരിട്ട് പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരിൽ കേസ് വന്നത് എനിക്കാണ്. ഒരു മര്യാദയുടെ പേരിൽ പോലും ആരും വിളിച്ച് ചോദിച്ചിട്ടില്ല. പക്ഷേ ഞാൻ ജീവിക്കുന്ന നാട്ടിൽ ഇതൊക്കെ വലിയ പ്രശ്നമായിരുന്നു. അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. അതങ്ങനെ സംഭവിച്ചു എന്നായിരുന്നു ജോജുവിൻ്റെ വെളിപ്പെടുത്തൽ. ഭാഷയുടെ പേരിൽ അടുത്തിടെ ചുരുളി കേരള ഹൈക്കോടതിയുടെ നിയമപരമായ പരിശോധനകൾക്ക് വിധേയമായിരുന്നു. ചിത്രത്തിലെ പ്രത്യേക രംഗങ്ങൾ പരിശോധിച്ച ശേഷം ജസ്റ്റിസ് N നാഗരേഷ് ഭാഷ പൊതുമര്യാദയുടെ ലംഘനമാണെന്ന് നിരീക്ഷിച്ചിരുന്നു. ചിത്രം പൊതുധാർമ്മികതയ്ക്ക് നിരക്കാത്ത അസഭ്യ വാക്കുകൾ കൊണ്ട് നിറഞ്ഞതാണെന്ന് ചൂണ്ടിക്കാട്ടി തൃശൂർ സ്വദേശിനിയായ അഭിഭാഷക പെഗ്ഗി ഫെൻ നൽകിയ ഹർജി പരിഗണിക്കവെയായിരുന്നു കോടതി ഈ പരാമർശം നടത്തിയത്. ചിത്രം OTTയിൽ നിന്ന് പിൻവലിക്കണമെന്നതായിരുന്നു ഹർജിയിൽ ആവശ്യം. ഇതേ തുടർന്ന് കേന്ദ്ര സെൻസർ ബോർഡ്, സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി, നടൻ ജോജു ജോർജ് തുടങ്ങിയവർക്ക് ഹൈക്കോടതി നോട്ടീസ് അയക്കുകയും ചെയ്തു. സിനിമയുടെ സെൻസർ ചെയ്ത പകർപ്പല്ല OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്തതെന്ന് സെൻസർ ബോർഡ് കോടതിയെ അറിയിച്ചിരുന്നു. അതേസമയം നാരായണിന്റെ 3 ആൺമക്കളാണ് ജോജുവിൻ്റെതായി ഒടുവിൽ പുറത്തിറങ്ങിയ മലയാള സിനിമ. പോയ വർഷം പണി എന്ന ചിത്രത്തിലൂടെ സംവിധാനത്തിലും ജോജു അരങ്ങേറിയിരുന്നു. ചിത്രം വലിയ വിജയം നേടുകയും ചെയ്തിരുന്നു. കമലഹാസൻ നായകനായ തഗ് ലൈഫിലാണ് ജോജു ഒടുവിലായി സ്ക്രീനിലെത്തിയത്. വലതുവശത്തെ കള്ളനാണ് ജോജുവിൻ്റെ പുതിയ മലയാള സിനിമ.